ദൂരെ ഇവിടെ ഒരു പൂവൻകോഴി നേരം വെളുപ്പിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളിവിടെ ചെങ്ങന്നൂർ സ്റ്റേഷനിലെത്തി. പ്രഭാതത്തിൻ്റെ പ്രസരിപ്പും ആലസ്യവും കൂടിക്കലർന്നൊരു ഭാവമായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. ഒറ്റപ്പാലത്ത് ഗൃഹപ്രവേശനത്തിൽ പങ്കെടുക്കുക, തിരിച്ച് ഇന്ന് തന്നെ എത്തുക എന്നൊരു വലിയ ടാസ്ക് ഉണ്ട്. പാലുകാച്ച ചടങ്ങിനൊപ്പം തന്നെ അനിയൻ്റെ നിർദ്ദേശപ്രകാരം വരിക്കാശ്ശേരി മനയും കാണാൻ പറ്റി. ഈ വട്ടം തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ജിത്തേട്ടനും ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു യാത്രയിലെ കാഴ്ചകളും സന്തോഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വിശേഷം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 7 മണിക്ക് മുമ്പ് തന്നെ വന്ദേ ഭാരത് എത്തി. നേരം പരപര വിളക്കുന്നതിന് മുമ്പ് എല്ലാവരും എണീറ്റതുകൊണ്ട് തന്നെ അല്പസ്വല്പം ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതൊന്നും കാര്യമാക്കാതെ പുതിയ വീടും അനിയനെയും അനിയത്തെയും മോളെയും ഒക്കെ കാണാനുള്ള ഉത്സാഹത്തിലാണ് എല്ലാവരും. അങ്ങനെ യാത്ര തുടങ്ങിയാണ്. ദീർഘദൂരമുള്ള ഒരു യാത്ര ഇത്രയേറെ ലഘുവാക്കി തന്നത് വന്ദേ ഭാരത് തന്നെയാണ്. 3 മണിക്കൂർ കൊണ്ട് അങ്ങ് ഷൊർണൂരെത്തും എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അതും യാത്രാക്ഷീണം ഏതുമില്ലാതെ അങ്ങെത്താം എന്നുള്ളത് ഒരു സന്തോഷമാണ്. അങ്ങനെ ഓരോരുത്തരുടെ യഥാസ്ഥാനം കൈപ്പറ്റി ഇരിപ്പിടമൊക്കെ ഉറപ്പിച്ച് ഇനി ലഘുവായ ഒരു പ്രഭാത ഭക്ഷണത്തിനുള്ള ഒരുക്കമാണ്. ഞാൻ തിരഞ്ഞെടുത്തത് വെജിറ്റേറിയൻ ഭക്ഷണമായതുകൊണ്ട് തന്നെ ഉപ്പുമാവും സാമ്പാറും ചട്നിയും പിന്നെ റെഡിമെയ്ഡ് ടീ സാഷയും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വെജിറ്റേറിയൻകാർക്ക് ഒരു സമാശ്വാസം പോലെ ബോണസായിട്ട് ഒരു ഉഴുന്നുവടയുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും ഡയബറ്റിക് ഡയറ്റായിരുന്നു. പക്ഷേ ഡയബറ്റിക് ഡയറ്റിനായിരുന്നു അവിടെ പ്രിയം കൂടുതൽ. ഇരു സീറ്റിലെയും മെനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റമായിരുന്നു എൻ്റെ പ്രധാന പരിപാടി. ഡയബറ്റിക് ഓംലെറ്റിനായിരുന്നു അത്രേ രുചി കൂടുതൽ. കൂടാതെ ഫ്രൂട്ട് കട്ടും കട്ട്ലറ്റും മുട്ട ചിക്കി പൊരിച്ചതും ബട്ടറും ബണ്ണും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും എൻ്റെ ഫുഡിന് മാത്രം ഒരു പിടിയില്ലായിരുന്നു. ഉപ്പുമാവ് എന്നത് അത്രയേറെ ജനകീയമല്ലാത്ത ഒരു ഭക്ഷണമാണ് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ് അല്ലേ? ഇന്ധനക്ഷാമത്തിൻ്റെ രൂക്ഷതയും ഈ മെനുകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. മുൻപേ തന്ന ചൂടുവെള്ളത്തിൽ തന്നിരിക്കുന്ന സാഷെ കലക്കി ചായ ഉണ്ടാക്കാൻ ഏറെ ഇഷ്ടമാണ് ഭാനുവിന്. വീട്ടിലും ഇങ്ങനെ ആക്കിയാലോ എന്നുള്ള ഒരു ആലോചനയിലാണ് ഭാനുക്കുട്ടി. ഇനിയും ഏറെ നേരമുണ്ട്, അതുകൊണ്ട് റിലാക്സേഷൻ മൂഡ് ഓണായിരിക്കുകയാണ്. പാട്ട് കേൾക്കാനും അല്പസ്വല്പം മയക്കത്തിനും എല്ലാം സമയമേറെ. യാത്ര ഇനി ഏറെ ദൂരമില്ലെന്ന് നീളാനദി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ മണിക്കൂറുകൾ നിമിഷങ്ങളായി ഷൊർണൂരിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അവിചാരിതമായി സംവിധായകനും ദേശീയ പുരസ്കാര ജേതാവുമൊക്കെയായ ശ്രീ ജയരാജ് സാറിനെ കണ്ടത്. തിരക്കിനിടയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത് അച്ഛനായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ സ്ഥിരം പ്ലേലിസ്റ്റുകളിലൊന്നായിരുന്നു ദേശാടനത്തിലെ കളിവീട് ഉറങ്ങിയല്ലോ, കളിവാക്ക് കേട്ടുവല്ലോ, ഒരു നോക്ക് കാണുവാനൻ ആത്മാവ് തേങ്ങുന്നല്ലോ എന്നുള്ള ഗാനം. കുറേയേറെ നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച അദ്ദേഹത്തെ കാണാൻ സാധിച്ചതും തീർച്ചയായിട്ടും ഒരു ഭാഗ്യം തന്നെയായിരുന്നു. ഒരുപിടി നല്ല ചിത്രങ്ങളുടെയും ഗാനങ്ങളുടെയും ഒക്കെ പിറവിക്ക് കാരണഭൂതനായ അദ്ദേഹത്തെ ഭാനുവിനെ പരിചയപ്പെടുത്താനും പ്രയാസമുണ്ടായിരുന്നില്ല. ലജ്ജാവതിയും എന്നോടെന്തിനു പിണക്കും ഒക്കെ തലമുറകളോളം നിലനിൽക്കുന്നതാണ് അല്ലേ? ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോഴേ അവൻ വണ്ടിയുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വരിക്കാശ്ശേരി മനയുടെ അടുത്തുകൂടെയാണ് പോകുന്നതെന്നും 11 മണിക്കുള്ള ഫംഗ്ഷന് ഇനിയും സമയമേറെ ഉണ്ടെന്നും അനിയൻ ഓർമ്മിപ്പിച്ചത്. എങ്കിൽ മന കണ്ടിട്ട് തന്നെയാകാം യാത്രയെന്ന് ഞങ്ങളും തീരുമാനിച്ചു. അങ്ങനെ മനയിലേക്ക് എൻട്രി പാസ് ഒക്കെ എടുത്ത് കയറി. അപ്പോൾ അങ്ങനെ അകത്ത് കയറിയപ്പോൾ കുറേയേറെ ആൾക്കാർ ഫോട്ടോ എടുക്കുകയും റീൽസ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് കാണാമായിരുന്നു. ഒട്ടും അപരിചിതമല്ലാത്ത ഒരു സ്ഥലം, എന്നാൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു സ്ഥലം. അതായിരിക്കും നമുക്ക് വരിക്കാശ്ശേരി മന. ഇവിടുത്തെ മുല്ലത്തറയും തൂണുകളും കൽപ്പടവുകളും കുളവും അശോകപ്പൂവും ഒക്കെ കാണുമ്പോൾ ഒരുപാട് സിനിമകൾ ഓർമ്മ വരും. ഇത് സിനിമയുടെ തറവാടാണല്ലോ. ഇവിടുത്തെ കുടുംബാംഗങ്ങൾ ഓരോ സിനിമയിലെ കഥാപാത്രങ്ങളും. കുടുംബാംഗങ്ങൾ യാത്ര പോയ ഒരു തറവാട്ട് വീട്ടിലെത്തിയതുപോലെ. പ്രത്യേകിച്ചും എൻ്റെ കുട്ടിക്കാലത്ത് ലാലേട്ടൻ്റെ തറവാട് വീട് ഇതാണെന്ന് പോലും ഞാൻ വിശ്വസിച്ചിരുന്നു. ചന്ദ്രോത്സവം, രാപ്പകൽ, ആറാം തമ്പുരാൻ, അങ്ങനെ കുറേയേറെ നല്ല സിനിമകൾ. അതിൽ നമ്മൾ ഓർക്കുന്ന ഭൂരിഭാഗം സിനിമകളും ലാലേട്ടൻ്റെ സിനിമകൾ തന്നെ. ഈ പൂമുഖത്തിലെവിടെയോ ചാരുകസേരയിൽ ചാരി നീലാണ്ടൻ നമ്മളെ പ്രതീക്ഷിച്ചിരിപ്പുണ്ടെന്നും ചിലങ്ക വലിച്ചെറിഞ്ഞ് ഭാനുമതിയുടെ കഥാപാത്രവും ഒക്കെ മിന്നായം പോലെ മനസ്സിൽ മിന്നിമാഞ്ഞു. ഓരോ സ്ഥലവും പഴമയുടെ പ്രൗഢി പ്രകാശിപ്പിക്കുന്നതായിരുന്നു. പൂമുഖത്തിലെത്തിയപ്പോഴുള്ള വൈബായിരുന്നില്ല അടുക്കള ഭാഗത്ത്. അവിടെ നമ്മളെ പ്രതീക്ഷിച്ചിരുന്ന കഥാപാത്രങ്ങൾ വേറെയാണ്. രാപ്പകലിലെ വെള്ളം കോരുന്ന നയൻതാരയും മൂക്കൂത്തി പോയ പരിഭവം പറയുന്ന ആറാം തമ്പുരാനിലെ മഞ്ജു വാര്യരെയും ഭ്രമയുഗത്തിലെ കുശ്നിക്കാരനെയും ഒക്കെയാണ് അവിടെ എനിക്ക് ഓർത്തെടുക്കാൻ സാധിച്ചത്. ശരിക്കും അടുക്കളയിലെത്തിയപ്പോൾ ഭ്രമയുഗത്തിൻ്റെ സാന്നിധ്യം നല്ലതുപോലെ അറിയാമായിരുന്നു. ഒരുപക്ഷെ ഏറ്റവും ഒടുവിലായിട്ട് ചിത്രീകരിച്ചതും അത് തന്നെയാവും. അതിനിടയിൽ പഴയ ആട്ടുകല്ല് കണ്ടപ്പോൾ ഭാനുവിനും ഒരു കൗതുകം. ഈ യാത്രയിൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു വരിക്കാശ്ശേരി മന സന്ദർശിക്കുമെന്ന്. പക്ഷേ ഏറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഇവിടെ വരണമെന്നുള്ളത്. മുകളിലേക്കുള്ള പ്രവേശനമൊക്കെ ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആണ്. ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ കുറേയേറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ.
അതൊക്കെ പിന്നീട് സമയം പോലെ കാണാമെന്ന് നിശ്ചയിച്ച് തിരക്കിട്ട് ഞങ്ങൾ അവിടെ നിറങ്ങി. അങ്ങനെ വീട്ടിലെത്തി. എല്ലാവരെയും കണ്ട് കുറേയേറെ നാളായിരുന്നു. അതുകൊണ്ട് തന്നെ പരിചയം പുതുക്കലും സന്തോഷവും സദ്യയുണ്ണലും ഒക്കെ ആയിട്ട് ചടങ്ങുകൾ ഗംഭീരമായി. ഗൃഹനാഥയുടെ ഉത്തരവാദിത്തത്തോടെ മാളുവും തിരക്കിലായിരുന്നു. മാളു മാത്രമല്ല, നമ്മുടെ കുഞ്ഞു ഗൃഹനാഥയും സഞ്ചിയൊക്കെ തൂക്കി വീട്ടു സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലായിരുന്നു. എങ്കിലും അതിനിടയിൽ മുട്ടത്തലയും കുഞ്ഞിരിപ്പല്ലും ഒക്കെ കാണിച്ച് എല്ലാവരെയും അറ്റൻഡ് ചെയ്യാനും ആള് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പുതിയ വീടും പുത്തൻ പ്രതീക്ഷകളും പുത്തൻ സ്വപ്നങ്ങളും എല്ലാം സാഫല്യത്തിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റപ്പാലം യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് ഉടനെ കാണാം.